നമ്മുടെ മാതാവിനോ പിതാവിനോ സഹോദരി സഹോദരന്മാർക്കോ നൽകി തരാനാവാത്ത ഒരു നിത്യസ്നേഹം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉത്തമഗീതം 4-ാം അധ്യായത്തിലേക്കാണ് നിങ്ങളുടെ ഏവരുടെ ശ്രദ്ധ ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. ആകെ 8 അധ്യായങ്ങളുള്ള ഒരു പ്രേമഗീതമാണ് ഉത്തമഗീതം. കാവ്യങ്ങളുടെ ഒരു സമാഹാരമായി നമുക്ക് ഈ അധ്യായത്തെ കാണാൻ സാധിക്കും. ഉത്തമഗീതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗാനങ്ങളുടെ ഒരു ഗാനമായി ഇതിനെ വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യം മുതലേ പഠിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് തീർച്ചയായിട്ടും ശലോമോൻ തന്നെയാണ് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു പുരുഷൻ തൻ്റെ മണവാട്ടിയാകുന്ന സ്ത്രീയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ ക്രിസ്തുവാം ദൈവം സഭയാവുന്ന മണവാട്ടിയെ എപ്രകാരം സ്നേഹിച്ച് അവളെ പോറ്റി പുലർത്തുന്നു, അവളെ വഴി നടത്തുന്നു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഓരോ വാക്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അധ്യായത്തിൽ ഉടനീളം കാണുന്ന പ്രിയൻ ക്രിസ്തുവിന് നിഴലായിട്ടും പ്രിയ മണവാട്ടിയായ സഭയ്ക്കും നിഴലായി നിലകൊള്ളുന്നു. നമുക്കേവർക്കും അറിയാം, നമ്മൾ ഈ ലോകപ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്നേഹങ്ങളും ബന്ധങ്ങളുമുണ്ട്. ഒരു മാതാവും ഒരു മകനും തമ്മിലുള്ള ബന്ധം, ഒരു മകളും പിതാവും തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, ജീവൻ തന്നും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം. ഇവയ്ക്ക് എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടാകും. അവരുടെ സ്നേഹത്തിന് പരിമിതി കാണും, അവർ ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പരിമിതി കാണും. എന്നാൽ പരിമിതികളില്ലാത്ത സ്നേഹം, നിത്യമായ ഒരു സ്നേഹം, അത് മണവാട്ടിയാവുന്ന സഭയും മണവാളനായ ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. അപ്രകാരം മണവാളനായ ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധം ഇതുവരെയും ജീവിതത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്ത ആരെങ്കിലും എൻ്റെ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇടയായാൽ ജീവിതത്തിൽ അത് വളരെയധികം ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് നിങ്ങളെ എത്തിക്കുമെന്നും നമ്മുടെ മാതാവിനോ പിതാവിനോ സഹോദരി സഹോദരന്മാർക്കോ നൽകി തരാനാവാത്ത ഒരു നിത്യസ്നേഹം മണവാളനായ ക്രിസ്തു നിങ്ങൾക്ക് തരുമെന്നും അത് ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ.